പിങ്ക് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പലപ്പോഴായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള വാൾ ഹാങ്ങിങ്സിൻ്റെ ഐഡിയകളാണ് എൻ്റെ ഈ വീഡിയോയിലുള്ളത്. ഇതെല്ലാം കുറേ നാളുകൾക്ക് മുന്നേ ഞാൻ ചെയ്തു വെച്ചതാണ്. ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇപ്പോഴും ഒരു കേടും കൂടാതെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർക്കുകളെല്ലാം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ ആക്കി എടുത്തതാണ്. പഞ്ചവർണ്ണ തത്തയുടെ ഈ പിക്ചർ ചെയ്തെടുത്തിരിക്കുന്നത് ഷുഗർ ബീഡ്സ് ഒട്ടിച്ചിട്ടാണ്. ചാർട്ട് പേപ്പറിലേക്ക് ആദ്യം പിക്ചർ ട്രേസ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഷുഗർ ബീഡ്സ് ഒട്ടിച്ചു കൊടുത്താണ് ഈ വർക്ക് കംപ്ലീറ്റ് ആക്കി എടുത്തിരിക്കുന്നത്. ഇത് ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തെടുത്ത ഒരു ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ ഈ സീനറി ട്രേസ് ചെയ്തെടുത്തിരിക്കുന്നത് തുണിയിലാണ്. ആങ്കറിൻ്റെ ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡിൽ ലോങ് ആൻഡ് ഷോർട്ട് സാറ്റിൻ ഈ 2 സ്റ്റിച്ചസ് ഉപയോഗിച്ചിട്ടാണ് ഈ വർക്ക് ഫുള്ള് ചെയ്തെടുത്തിരിക്കുന്നത്. ഗ്രീൻ കളറിൻ്റെ പലതരം ഷെയ്ഡ് ഉപയോഗിച്ചാണ് ലാൻഡ്സ്കേപ്പുകൾ ചെയ്തിരിക്കുന്നത്. ഇത് പഫ് മീഡിയം അല്ലെങ്കിൽ എംബോസിംഗ് മീഡിയം ഉപയോഗിച്ച് ചെയ്തെടുത്ത ഒരു പെയിൻറ്റിംഗ് വർക്കാണ്. പഫി മീഡിയം ഇതുപോലൊരു ബോട്ടിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. ഡിസൈൻ തുണി ട്രേസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫുള്ളായിട്ട് ആ ഡിസൈനിൽ പഫി മീഡിയം അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് നന്നായി ഉണങ്ങിക്കഴിഞ്ഞാൽ ഡിസൈൻ്റെ ബാക്ക് ഭാഗത്ത് അയൺ ചെയ്ത് കൊടുക്കണം. ഡിസൈൻ നല്ലതുവണ്ണം പഫായി വരാൻ സ്പോഞ്ച് ഷീറ്റിൻ്റെയോ ബെഡിൻ്റെയോ മുകളിൽ വെച്ച് തന്നെ അയൺ ചെയ്ത് കൊടുക്കണം. സ്പൂണ് നന്നായിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് ഈ ഡിസൈൻ പഫ് ചെയ്തെടുക്കാം. ഇലയുടെയും പൂവിൻ്റെയും ടിപ്പും വക്കും എല്ലാം നന്നായിട്ട് തന്നെ ചൂടാക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ നല്ല രീതിയിൽ അത് പഫായി കിട്ടുകയുള്ളൂ. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്തിട്ടത് ഭംഗിയാക്കി എടുക്കാം. ഈ വർക്ക് ചെയ്തിരിക്കുന്നത് ഗ്ലാസ്സിലാണ്. മുന്തിരിക്കുലയും ഇലയും ഒക്കെ ട്രേസിംഗ് ഷീറ്റ് വരച്ചെടുത്തതിന് ശേഷം ഗ്ലാസിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുക. ഗ്ലാസ് നീങ്ങി പോകാതെ ശ്രദ്ധിക്കണം. മുന്തിരിക്കുല ചെയ്തിരിക്കുന്നത് അക്വേറിയത്തിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന ഇതുപോലത്തെ സ്റ്റോൺ വെച്ചിട്ടാണ്. ഈ സ്റ്റോണിൻ്റെ ഒരു വശം പരന്നിട്ടാണ് ഇരിക്കുന്നത്. ആ ഭാഗത്ത് പശ തേച്ചിട്ടാണ് മുന്തിരിക്കുലയിൽ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. ബാക്കി ഇലയും ചുരുളുകളും ഒക്കെ നമ്മൾ ഗ്ലാസ് പെയിൻറ്റിലാണ് ചെയ്തെടുക്കുന്നത്. ഈ സ്റ്റോൺ ഈ ഗ്രീൻ കളർ കൂടാതെ വയലറ്റ് കളറിലും കിട്ടും. ക്രാഫ്റ്റ് കടയിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത്. എന്നാൽ അക്വേറിയം ഷോപ്പിലും ഇത് കിട്ടുമെന്ന് തോന്നുന്നു. പിന്നീട് ഇത് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഡബിൾ ഫ്രെയിം ചെയ്തിരിക്കുകയാണ്. സ്റ്റോണ് അല്പം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതായതുകൊണ്ട് ഡബിൾ ഫ്രെയിം തന്നെ ചെയ്തെടുക്കണം. പിസ്തയുടെ തോട് വെച്ചിട്ടാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ ഒരു ഗ്ലാസ് ഷോപ്പിൽ നിന്ന് മുറിച്ച് വാങ്ങി നടുക്കൊട്ടിച്ചു കൊടുക്കുക. അതിന് ചുറ്റും പിസ്താത്തോട് ഈ രീതിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ശേഷം മെറ്റാലിക് ഗോൾഡ് കളർ ഞാൻ കൊടുത്തു. ഏത് മെറ്റാലിക് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് വേസ്റ്റ് സിൽക്ക് ത്രെഡ് ചെറിയ ചെറിയ കഷ്ണമാക്കി മുറിച്ചിട്ട് ഒട്ടിച്ചു കൊടുത്ത് ചെയ്തെടുത്ത ഒരു വർക്കാണ്. ചിലയിടങ്ങളിൽ വാട്ടർ കളറും കൊടുത്തിട്ടുണ്ട്. ഈ പുല്ല്, പുഴ പോലെ തോന്നുന്ന ഭാഗം, പിന്നെ വീടിൻ്റെ മേൽക്കൂര, മരം, ഇതെല്ലാം ത്രെഡ് ഒട്ടിച്ചു കൊടുത്തതാണ്. ഒരു ചെറിയ പിക്ചർ പോലും നല്ല രീതിയിൽ ഫ്രെയിം ചെയ്തെടുത്താൽ അത് നമ്മൾ വിചാരിക്കുന്നതിലും വളരെ ഭംഗിയായിട്ടുള്ളൊരു വർക്കായി കിട്ടും. ഇത് ഒരുവിധം എല്ലാവർക്കും വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഗ്ലാസ് പെയിൻറ്റ് വർക്കാണ്. പിക്ചർ ഗ്ലാസിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരിട്ട് ഗ്ലാസ് കളർ കൊടുക്കുകയാണ്. അതുകൊണ്ട് വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഈ ചെറിയ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.